നമസ്കാരം, സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. എൻ്റെ പേര് ശിവം വി ആചാര്യ. എല്ലാവർക്കും ഗ്രോത്ത് ബ്രിഡ്ജ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ എൻ്റെ പ്രഡിക്ഷൻ വീഡിയോസ് ഇട്ടിട്ടില്ലായിരുന്നു. ആക്ച്വലി ഇന്നലെ സമയം കിട്ടിയില്ല ചെയ്യാൻ പ്രഡിക്ഷൻ വീഡിയോസ്. ബട്ട് ഇന്ന് രാവിലെ ട്യൂഷനിൽ പിള്ളേർ വന്നപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ടെൻഷൻ തന്നെയാണ്. SLCയുടെ കാര്യത്തിലും 9th ആയാലും 8th ആയാലും ഏത് ബാച്ച് ആയാലും. കാരണം അവർ പഠിച്ച് നല്ലോണം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എഴുതി പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. എഴുതി വന്നില്ലെങ്കിൽ അതവിടെ കൊളായി. ഇതൊക്കെ കാണുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഞാൻ രാവിലെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത പേപ്പേഴ്സാണ്. 9th സ്റ്റാൻഡേർഡിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത കാര്യം തന്നെയാണോ വന്നത് ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പേപ്പർ നോക്കിയിട്ടില്ല. ഞാനിപ്പം ജസ്റ്റ് ക്ലാസ്സും കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. 6ാം ക്ലാസ്സിൻ്റെ ഒക്കെ 8ാം ക്ലാസ്സിനൊക്കെ ഇപ്പോൾ എക്സാംസ് ആയതുകൊണ്ട് പറഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ അവരെന്താ പഠിക്കേണ്ടതെന്നുള്ള കാര്യം. 9ാം ക്ലാസ്സിൽ ഞാൻ രാവിലെ പറഞ്ഞു കൊടുത്ത പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് പോസ്റ്റർ വരും ബദായി സമാഹറോവിൻ്റെ ജട്ട്പട്ട് നട്ട്പട്ട് എന്നുള്ള ആ ഒരു പാഠത്തിൽ നിന്ന്. പിന്നെ ബഹുദിനോക്കെ ബാദ് നടന്ന നാഗാർജുനൻ്റെ ആ ഒരു കവിതയില്ലേ, അതിൻ്റെ ആശയം ചോദിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവറാണ് നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങൾ എഴുതണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജട്ട്പട്ട് ഓർ മാ തമാമുള്ള വാർത്താലാപ് ചോദിക്കാം. അതേപോലെ ബൂഢി കാക്കി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ലൈക്ക് ബ്ലർബ് പോലത്തെ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഫറാദിൻ എന്ന് പറയുന്ന ഫറാദ് നമ്മളെ ഘർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിലെ ടിപ്പണി, ഏത് ടിപ്പണിയാണ് ചരിത്രം എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഫറാദ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ 5 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രൊഡക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രഡിക്ഷൻ ഇനി സക്സസ് ആവുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. പിന്നെ 8ാം ക്ലാസ്സിൽ ഞാൻ 2 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡിബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാറ്റേർഡ് ഓർ റിമൈനിങ് സംതിങ്, ആ ഒരു കാര്യം 1 മാർക്കും ചോദിക്കും. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് എന്ന് പറഞ്ഞ സംഭവമില്ലേ പാസേജിൽ നിന്ന്, അത്. പിന്നെ മെറ്റഫർ ചോദിക്കും. അത് നമ്മളൊരു പോയം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബേർഡിൻ്റെ സിംഗിങ് ദ സോങ് വിത്തൗട്ട് വേർഡ്സ് എന്ന് പറയുന്ന എന്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ മെറ്റഫർ ചോദിക്കും. മെറ്റഫർ എന്താണ് അതിൽ വരുന്ന? ഹോപ്പ് ഈസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ മാർക്കിന് 2 ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. പിന്നെ 7 ഏജ് ഷേക്സ്പിയേഴ്സിൻ്റെ അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, ക്ലാസ്സിനും യൂട്യൂബ് ചാനലിൽ ഞാൻ പലവട്ടം പറഞ്ഞത് തന്നെയാണ്. 7 ഏജ് എന്ന് പറയുന്ന ആ ഷേക്സ്പിയറിൻ്റെ ആ ഒരു പാഠത്തിൽ നിന്ന് അപ്രിസിയേഷൻ എന്തായാലും ചോദിക്കും. സമറൈസിങ് ഐഡിയാസ് എന്നായിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. പിന്നെ ഡയറി എൻട്രി ഓഫ് മണി ആഫ്റ്റർ ദ ഫോളിങ് ഓഫ് ഡിബ്രീസ് ഇൻ മസൂറി, അപ്പോൾ ആ ഒരു മണിയുടെ ഡയറി എൻട്രി ചോദിക്കാം. പിന്നെ യങ് അബ്ദുൽ കലാമിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. പിന്നെ അബ്ദുൽ കലാമിൻ്റെയും ഫ്രണ്ട് തമ്മിലുള്ള കോൺവെർസേഷൻ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. പിന്നെ കോൺവെർസേഷൻ ബിറ്റ്വീൻ കലാം ആൻഡ് ഫ്രണ്ട് ചെയ്യാൻ പറഞ്ഞു. ഇമെയിൽ ഓഫ് മണി, ഒരു സബ്ജക്റ്റ് തന്നിട്ട് റിക്വസ്റ്റ് ഫോർ ക്ലീനിങ് റോഡ് ആഫ്റ്റർ ദ ലാൻഡ് സ്ലൈഡ് ഓഫ് മസൂരി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉണ്ട്, ആ ഒരു മണിയുടെ ഇമെയിൽസ്. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു കൊടുത്തിന്. എനിയിപ്പോൾ അവർ എഴുതി വന്നാൽ മതി. കെമിസ്ട്രിയിൽ ഞാൻ പ്രൊഡക്റ്റ് ചെയ്ത പ്രകാരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ IUPACs വെച്ചതായിരുന്നു. നിങ്ങൾക്ക് കാണാം. ഞാൻ സെക്കൻഡ് ഈ കൂളറിൻ്റെ കാറ്റുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യം എന്നാണ് ഇതൊക്കെ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പലവട്ടം ചോദിക്കും, പഠിച്ച് പോണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന്. ഇങ്ങനെ കാണുമോ? വൃത്തിയിലില്ല. അതെന്തോ ക്യാമറേൻ്റെ എന്തോ ഒരു പ്രയാസമാണ്. യെസ്, ക്യാമറേൻ്റെ ഒരു ഇഷ്യൂ ആണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. IUPAC നാമായാലും ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഞാൻ PDF ലിങ്കിൽ ഇട്ടുതരാം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനാൽജസിക്, ആൻറ്റിപയററ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ. പിന്നെ 8 to 10% വാഷ് എന്ന് പറയുന്നു. പിന്നെ 95.6%, 95.6% എഥനോൾ നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റാണ് പറയുന്നത്. 100% ആൽക്കഹോളിൽ നമ്മൾ ആബ്സല്യൂട്ട് ആൽക്കഹോൾ. അങ്ങനെ കുറേ കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ്റ്ററിഫിക്കേഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. ആ ഒരു ആസ്റ്ററിനെ മുഴുവൻ വരക്കാൻ വേണ്ടി ഈസ്റ്റർ എന്ന് പറയുന്ന തന്മാത്ര വരക്കാനുള്ള ക്വസ്റ്റ്യൻ, അതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. SPDF വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഷുവറാണ്. ബിക്കോസ് നിങ്ങൾക്ക് എനർജീസ് ചോദിക്കാം, വേരിയേഷൻ അസമ്യൂത്തൽ ക്വാണ്ടം നമ്പേഴ്സ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഷെല്ല് എന്നിട്ട് അതിലെ ക്വാണ്ടം നമ്പേഴ്സ് കാണുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിനി. പഠിച്ചവനെ രക്ഷിക്കണം. അവർ നല്ലോണം എഴുതിയിട്ട് തന്നെ വരട്ടെ, എല്ലാവർക്കും ഫുൾ തന്നെ കിട്ടട്ടെ. പിന്നെ വെച്ചാൽ ഓരോ സ്കൂളിൽ പല രീതിയിലുള്ള ക്യാമ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. A+, B+ എന്നെല്ലാം പറഞ്ഞിട്ട്. അതൊക്കെ സക്സസ് ആവട്ടെ, അത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. നല്ല കാര്യം തന്നെയല്ലേ, നമ്മൾ പഠിക്കുന്നൊരു കുട്ടി ഇത്രയും നല്ല മാർക്ക് വാങ്ങി പാസ്സാവുമെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.
ടിൽ ബൈ.